ഹലോ വ്യൂവേഴ്സ്, मेरा प्रिय दर्शक, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നൻപുകളെ മേരെ സാഥ്. അപ്പോൾ ഐ തിങ്ക് ഡേ ഫോർ യെസ്റ്റർഡേ സ്റ്റോപ്പ് ദ ക്ലാസ്. ഐ തിങ്ക് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. 8 തരം പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അല്ല, ദർ ആർ പാർട്സ് ഓഫ് സ്പീച്ച് ആർ 18 നമ്പേഴ്സ്. പാർട്സ് ഓഫ് സ്പീച്ച് യു നോ. ദെൻ എനിവേ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെർബ്, ക്രിയ. നെയിം ആൾസോ ക്രിയ, വെർബ്. ഇപ്പോൾ വെർബിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നോട്ട് വെർബ് വേണ്ട, നമുക്ക് ആദ്യം നൗണിൽ കയറാം. നൗൺ ഫസ്റ്റ് വൺ, ഓർഡറിൽ വരട്ടെ. നൗൺ അല്ലേ? നാം, ഹിന്ദിമേ നാം, നാമം എന്നൊക്കെ പറയാം മലയാളത്തിൽ അല്ലേ. അപ്പോൾ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിൻ്റെ, സാധനങ്ങളുടെയൊക്കെ പേരിനെ എന്ത് പറയാം, നമുക്ക് നൗൺ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ രാജു, ടേബിൾ, ഇന്ത്യ, പാലക്കാട്, ബംഗ്ലാദേശ്, അമേരിക്ക, ഓൾ ആർ നൗൺസ് അല്ലേ. ഇതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നമുക്ക് മുതൽ ചെയ്യാനാ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നൗണിന് പ്രൊനൗൺ എന്ന് പറയും. നൗണിന് പകരം ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരാളുടെ പേര് പറയാതെ അവൻ, ഹി, ഷീ അല്ലേ, വോ, തും, ആപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, ബസ് കോൾ പ്രൊനൗൺസ്. അപ്പോൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് പ്രൊനൗൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, രണ്ടെണ്ണം കഴിഞ്ഞു, നൗൺ പറഞ്ഞു, പ്രൊനൗൺ പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എഡ്ജക്റ്റീവ്. അപ്പോൾ ഇതിൽ എഡ്ജക്റ്റീവ് എന്ന് പറയാം, നമുക്കറിയാം ഈ നൗണിനേക്ക് വിശേഷിപ്പിക്കാം നമുക്ക് പ്രോനൗൺ. ഹി ഈസ് എ ഗുഡ് പ്ലെയർ, രാജു ഈസ് എ ഗുഡ് പ്ലെയർ, ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അപ്പോൾ ഗുഡ് പിന്നെ നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റും അല്ലേ. ദെൻ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, നാമവിശേഷൻ ഹിന്ദിയിൽ. അപ്പോൾ ഇങ്ങനെ 2-3 ദെൻ വരുന്നതാണ് വെർബ്, ക്രിയ എന്നൊക്കെ പറയും മലയാളത്തിൽ അല്ലേ, ക്രിയ. അപ്പോൾ വെർബ് അറിയാപ്പോൾ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ജോലി ചെയ്യണം, ഈസ് റണ്ണിങ്, ഷീ ഈസ് വാക്കിംഗ്, ഷീ ഈസ് ഡാൻസിങ്, ദേ ആർ റണ്ണിങ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വെർബ് എന്ന് പറയും, സെൻസ് ഓഫ് വെർബ് അല്ല. അപ്പോൾ ക്രിയ എന്ന് പറയും, ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെർബ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇനി വെർബിന് ശേഷം ഇനി വരേണ്ട അഡ്വർബ്, വരേണ്ട പ്രിപ്പോസിഷൻ. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യു ഹാവൻറ്റ് സ്പീക്ക് ഓർ റൈറ്റ് വിതൗട്ട് പ്രിപ്പോസിഷൻ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. ഇനി ഇതിൻ്റെ വെർബ് കഴിഞ്ഞാൽ അഡ്വർബ് മുതൽ തുടങ്ങും. ഓക്കെ, ദെൻ സീ യു മൈ നെക്സ്റ്റ് വീഡിയോ.